ശ്രീ അനിൽ അക്കര, കോൺഗ്രസ് വിട്ടു പോകണമെന്ന് തീരുമാനിക്കുന്ന ആളുകൾ, കോൺഗ്രസിൽ മതിയായ പരിഗണന കിട്ടുന്നില്ല എന്ന് വിചാരിക്കുന്ന ആളുകളൊക്കെ ബി.ജെ.പിയിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ പത്മജയുടെ കാര്യം താങ്കൾ പറഞ്ഞു, പത്മജയ്ക്ക് ഇ.ഡിയെ പേടിയുണ്ട്, അതുകൊണ്ട് പോകാത്ത നിവൃത്തിയില്ല. പക്ഷേ ആളുകൾ കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്ന ബി.ജെ.പി ആണല്ലോ. അതിൻ്റെ കാരണം എന്താണെന്ന കാര്യം നിങ്ങൾ ശരിക്കും ആഴത്തിൽ ആലോചിക്കേണ്ടതല്ലേ? കാരണം പെട്ടെന്ന് പോയി ചേരാൻ ബി.ജെ.പിയും നമ്മളും തമ്മിൽ വലിയ അന്തരമൊന്നുമില്ല. രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരുമിച്ചാണ്, ഏതാണ്ട് വലിയ അകലമൊന്നുമില്ലാതെ ചേർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു ധാരണ ആളുകൾക്ക് വന്ന് പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുക ഞാൻ. ദേശീയ രാഷ്ട്രീയം തന്നെ എടുത്താൽ പല വിഷയങ്ങളിലും നിങ്ങൾക്കും ബി.ജെ.പിക്കും എല്ലാം ഏതാണ്ട് ഒരേപോലത്തെ പൊസിഷനാണ്. അപ്പോൾ നമുക്കിടയിൽ അങ്ങനെ ദാർശനികവും പ്രത്യയശാസ്ത്രപരമായ അകലമൊന്നുമില്ല. വേഗത്തിൽ ചെന്ന് ലയിക്കാൻ കഴിയും വിധം അടുത്തേ സഞ്ചരിക്കുന്ന രണ്ട് രാഷ്ട്രീയ ധാരകൾ എന്നൊക്കെ ആളുകൾക്ക് തോന്നുന്നുണ്ടാവും ഇതിനകത്ത് നിൽക്കുമ്പം. ഇവിടെ രണ്ട് കാര്യങ്ങൾക്ക് ആദ്യം മറുപടി പറഞ്ഞു പോകേണ്ടത്. നിഷാദ് പറഞ്ഞ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ഒന്ന്, ശ്രീ സമ്പത്ത്, ബഹുമാനീയ സമ്പത്ത് MP ആയും ഒക്കെ വലിയ പരിചയസമ്പന്നരാണ്. ഞാൻ അദ്ദേഹത്തെ തിരുത്താൻ ആളല്ല. പക്ഷെങ്കിലും പത്മജ വേണുഗോപാൽ ഇപ്പോൾ ഈ സമയത്ത് KPCCയുടെ ജനറൽ സെക്രട്ടറി അല്ല. ഞാനും ശ്രീമതി പത്മജയും KPCCയുടെ നിർവാഹക സമിതി അംഗങ്ങളാണ്. അവരെ ഇപ്പോൾ അടുത്തതായി പോസ്റ്റ് ചെയ്തത് രാഷ്ട്രീയകാര്യ സമിതി അംഗം എന്ന രീതിയിലാണ്. ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി അല്ല അവർ എന്നുള്ളത് ഞാൻ ഇവിടെ തിരുത്താൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസ് ആളുകൾ പോയിട്ടുണ്ട്, ഒരു തർക്കവും ആ കാര്യത്തിലില്ല. ബഹുമാനായ സമ്പത്തിൻ്റെ പാർട്ടി CPIM ആണ്. ആ പാർട്ടി ഇന്ത്യയിൽ ആദ്യമായി ഉണ്ടായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല. CPI എന്നൊരു പാർട്ടിയാണ് ഇന്ത്യയിലുണ്ടായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ പാർട്ടി പിളർന്നിട്ടാണ് CPIM എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടായത്. അതിൽ നിന്നാണ് KR ഗൗരിയമ്മ പോയി JSS ഉണ്ടാക്കിയത്. MV രാഘവൻ ഇന്ന് പോയിട്ടാണ് MBRൻ്റെ പാർട്ടിയായ CMP ഉണ്ടായത്. പിന്നെ അതൊക്കെ ആശയപരമായ ചില വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോയത്. ഞാനത് കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുകയല്ല. അങ്ങനെയുള്ള നിലപാടുകളുടെ ഭാഗമായി പാർട്ടി വിട്ടു പോയ ആളുകൾ ഇവിടെയുണ്ട്. പക്ഷേ പത്മജ വേണുഗോപാൽ പോയി ഇന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞത്, ഞാൻ നിഷാദ് പറഞ്ഞ ക്വസ്റ്റ്യനിലേക്കാണ് കടന്നു വരുന്നത്. അവർ പറഞ്ഞത് എന്താണ്? അവർ പറഞ്ഞത് BJPയുടെ പ്രവർത്തനങ്ങളിൽ ഹിന്ദുത്വ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ആ നിലപാട് സ്വീകരിച്ചു എന്നല്ല അവർ പറഞ്ഞത്. നിലപാടിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ അവർ ആദ്യം പറയേണ്ടത് BJPയുടെ ഭരണഘടനയും BJPയുടെ നിലപാടുകളും ഞാൻ അംഗീകരിക്കുന്നു എന്നാണ് പറയേണ്ടത്. അതിന് പകരം അവർ പറഞ്ഞത് എന്താണ്? ഞാൻ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ എനിക്ക് പരാജയപ്പെട്ടപ്പോൾ ഞാൻ പരാതി കൊടുത്തു, നടപടി ഉണ്ടായില്ല. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഞാൻ പരാജയപ്പെട്ടു, നടപടി ഉണ്ടായില്ല. ഇതാണോ രാഷ്ട്രീയമായ നിലപാട്? തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും, പരാജയപ്പെടും, അതൊക്കെ ശരിയായ കാര്യമാണ്. അവർക്ക് KTDCയുടെ ചെയർപേഴ്സണായി ശ്രീ AK ആന്റണിയുടെ കാലഘട്ടങ്ങളിൽ അദ്ദേഹം, പിന്നീട് ഉമ്മൻചാണ്ടിയുടെയും കാലഘട്ടത്തിൽ KTDCയുടെ ചെയർപേഴ്സണായി അവർക്ക് അധികാരം കൊടുത്തതാണ്. വളരെ ഉന്നതമായ പദവിയാണ് KTDCയുടെ ചെയർപേഴ്സൺ എന്നുള്ള കാര്യം ഞാൻ അതിലേക്ക് കടന്നു പോവുകയല്ല. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത സമയത്ത് അവർക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ സമ്പത്ത് പറഞ്ഞ പോലെ ഞാൻ CPIMൻ്റെ സ്ഥാനാർത്ഥികളോട് മത്സരിച്ച് ജയിച്ചില്ല എന്നല്ല ഞാൻ സൂചിപ്പിച്ചു. ശ്രീ K കരുണാകരൻ മത്സരിച്ച് ഏതാണ്ട് 1.5 ലക്ഷത്തോളം വോട്ടുകൾക്ക് വിജയിച്ച അതേ സ്ഥലത്താണ് ശ്രീമതി പത്മജയ്ക്ക് ആ പാർട്ടി അന്ന് അവിടെ സീറ്റ് കൊടുത്തത്. അപ്പം ശ്രീ തേറമ്പൽ രാമകൃഷ്ണൻ അദ്ദേഹത്തെ മാറ്റിയാണ് ശ്രീമതി പത്മജയ്ക്ക് അവിടെ സീറ്റ് കൊടുത്തത്. അപ്പോൾ ആ പരാജയപ്പെട്ട സമയത്തുണ്ടായിട്ടുള്ള ആ പരാതികൾ രാഷ്ട്രീയമായ നിലപാടിൻ്റെ വിഷയമല്ല, അത് ചില വ്യക്തിപരമായ പ്രശ്നങ്ങളാണ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ശ്രീ കൃഷ്ണദാസിനോടുള്ള എൻ്റെ ചോദ്യം ഇതാണ്. ശ്രീമതി പത്മജ ഈ 2024 മാർച്ച് 3-ാം തീയതി നരേന്ദ്രമോദിക്കെതിരായുള്ള പ്രസംഗവും ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായുള്ള പ്രസംഗവും തൃശ്ശൂരിൽ ഉണ്ടാക്കിയ വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിനെതിരായ പ്രസംഗത്തിൽ സ്നേഹത്തിൻ്റെ സന്ദേശം ഉയർത്തിയ പത്മജ, ആ പത്മജയ്ക്ക് 4 ദിവസം കൊണ്ട് എന്ത് രാഷ്ട്രീയമായ നിലപാട് മാറ്റമാണ് ഉണ്ടായത്? അതാണ് എൻ്റെ ചോദ്യം. ആ ചോദ്യത്തിലുള്ള മറുപടിയാണ് കൃഷ്ണദാസ് പറയേണ്ടത്. അതിൻ്റെ മറുപടി എന്നുള്ളത് അവരുടെ മേലുണ്ടായ സമ്മർദ്ദങ്ങളാണ്. ഞങ്ങൾ അവരുമായി നേരിട്ട് സംസാരിച്ചാണ്. ഇന്നലെ 2 മണിക്ക് തൃശ്ശൂർ രാമലയത്തിൽ നിന്നും ശ്രീ TN പ്രതാപൻ്റെ ഫോണിൽ അവർ പറയുന്ന മറുപടി ഞാൻ കേട്ട മറുപടിയാണ്. വാരാണസിയിൽ സാരി വാങ്ങാൻ, ഞങ്ങൾ പുതുതായി തുടങ്ങാൻ പോകുന്ന കടയിലേക്ക് സാരി വാങ്ങാൻ പോയതാണ്. ന്യൂസ് 18-ലെ ഒരു പത്രപ്രവർത്തകർ ചോദിച്ചു. ആ ചോദ്യത്തിനുള്ള മറുപടി ഞാൻ പറഞ്ഞത്, ഞാൻ ഈ കോൺഗ്രസിലാണ്, നാളത്തെ കാര്യം എനിക്ക് പറയാൻ കഴിയില്ല, എന്നെ അവർ തെറ്റിദ്ധരിപ്പിച്ചതാണ്, ഞാൻ ഇപ്പോൾ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിമിഷങ്ങൾക്കും അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വരികയാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് എങ്ങനെയാണ് വൈകുന്നേരമാകുമ്പോഴേക്കും മാറിയത്? ഞാൻ കൃത്യമായി പറയുന്നു, ഇത് രാഷ്ട്രീയമായ തീരുമാനമല്ല, അവരുടെ വ്യക്തിപരമായ സാമ്പത്തിക കുറ്റാന്വേഷണങ്ങളിൽപ്പെട്ട് നാളുകളിൽ സാമ്പത്തിക കുറ്റവാളിയാവുന്ന പ്രക്രിയയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു വലിയ ശ്രമത്തിൻ്റെ ഭാഗമായി സുപ്രീം കോടതിയുടെ അഭിഭാഷക മുഖേന ബഹുമാനായ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ചർച്ച നടത്തിയുണ്ടാക്കിയ ഡീലാണ്